എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട റെഡ് കളർ സ്വിഫ്റ്റ്. 36,000 കിലോമീറ്റർ മാത്രം വേണ്ടിയിട്ട് പുതിയ മോഡൽ സ്വിഫ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അതെ ഏറ്റവും പുതിയ മോഡലല്ല, അതിന് ജസ്റ്റ് ഫ്രണ്ടിലുള്ള മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018 ഇതിൻ്റെ മോഡൽ. ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ വളരെ കുറവ് ഓടിക്കണം. വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. നല്ല കലക്കം വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു സ്വിഫ്റ്റ് ഫുൾ ഉണ്ടാക്കാം. ഇന്ത്യ സക്സസ് എഞ്ചിൻ എല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു സ്വിഫ്റ്റാണ്. അപ്പോൾ സ്വിഫ്റ്റ് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റെഡ് വണ്ടികൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയിട്ടില്ല, എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്നൊരു റെഡ് ന്യൂ ഷേപ്പിൽ വന്നേക്കണ റെഡ് വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് LXI എന്ന ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടു. അതാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട്. കണ്ടോ, വണ്ടിയുടെ ക്വാളിറ്റി നോക്കാം, ബോഡി ക്വാളിറ്റി നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കണല്ലേ. അതാണ് വാഹനത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒന്ന് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. വണ്ടി നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയാണിത്. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോകാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ടിരിക്കാൻ ടോപ്പ് വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കും നോക്കാം. വീലാർസ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. ഗ്രിപ്പ് കുറച്ച് കുറവാണ് ടയേഴ്സിന്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലാമ്പ് നോക്കാം. ലാമ്പൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. വിൻഷീൽഡൊക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് താഴെ നമുക്ക് ഒരു എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കാം. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ട് വന്ന വീലാർച്ച് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. ഇവിടെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. 2 ഡോറിലേക്കും വരാം. 2 ഡോറായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വിൻഷീൽഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡും നമുക്ക് കൂടെ കാണാൻ പറ്റും. ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെയും ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് പോകാം. ഈ ലാസ്റ്റ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് വന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. 2 ഡോറായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഒരു ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. പവർ വിൻഡോസ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് ശ്രദ്ധിക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. മിഡിലും കൂടെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. സ്റ്റിയറിംഗ് ഒക്കെ നിൽക്കുന്നുണ്ട്. 36,000 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ ഓടിയേക്കുന്നത്. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കാം. കേട്ടോ, റിയറിലെ സീറ്റ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതേപോലെ നമുക്കിനി റിയറിലെ സീറ്റ് നോക്കാം. ഡോർ പാഡ്സ് നോക്കാം. ഇവിടെ നമുക്ക് വൈൻഡിങ് വിൻഡോസാണ് വന്നേക്കണേ. അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാം, ബോണറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് എൻജിൻ ഭാഗത്തേക്കൊന്ന് പോയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. എൻജിൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിച്ച് നോക്കാം. കേട്ടോ, അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. ആപ്രോണും കാര്യങ്ങളും ശ്രദ്ധിക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ആപ്രോൺ കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് എഡ്ജസൊക്കെ നോക്കാം. ഓക്കെ, നമുക്കിനി ലിഡിലേക്ക് നോക്കാം. ലിഡിൽ എന്തെങ്കിലും ഇതിൽ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് എൻജിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിന്നെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യണം.
ഇതിൽ ഡബ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്ന ന്യായമായിട്ടുള്ളൊരു ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയേക്കാനാണത്. അതുപോലെ ഇനി എഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ നോക്കാം. കേട്ടോ, ഞാൻ നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ്റ്റും കൊടുക്കണം. അതേപോലെ ഇവിടെയും നോക്കാം, ലിഡിലൊക്കെ നോക്കാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സ്പെയർ വീലിലേക്കൊന്ന് പോയേക്കാം. സ്പെയർ വീല് നമുക്കിവിടെ നോക്കുമ്പോൾ ഫുൾ ക്വാളിറ്റിയിൽ നിൽക്കാം, നല്ല ഫുൾ ഗ്രിപ്പിൽ നിൽക്കുന്ന സ്പെയർ വീലാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല നീറ്റ് ക്വാളിറ്റിയിലിരിക്കുന്ന വണ്ടിയാണ്. 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതുകൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി. LXi എന്ന ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റേറ്റിലേക്ക് ഇറങ്ങാം. റേറ്റിലേക്ക് ഇറങ്ങാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,68,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്താണ്, വാട്സാപ്പ് നമ്പർ കൊടുത്താണ്. നിങ്ങൾക്ക് വോയിസോ മെസ്സേജോ ഇട്ടേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വിശേഷം. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.